നമസ്തേ മാഡം. സ്റ്റാർട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയുടെ ഡിവിഷൻ പ്രോഗ്രാമിന്റെ 154 ദിവസമായ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീമതി നിഷി സലാം മാഡമാണ്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായ അവർ MA സോഷ്യോളജി, MSc സൈക്കോളജി, കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി PG ഡിപ്ലോമ എന്നിവ നേടിയ മികച്ച ഒരു ഫാക്കൽറ്റിയാണ്. കേരള സർക്കാർ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ പാത്വേ പ്രീമാരിറ്റൽ അവയർനെസ് പ്രോഗ്രാമിലെ ഫാക്കൽറ്റി അംഗമായി പ്രവർത്തിക്കുന്നു. 25 വർഷത്തിലേറെ ക്ലിനിക്കൽ അനുഭവ സമ്പത്തുള്ള മാഡം അൽ-ഇഖ്ബാൽ ഹോസ്പിറ്റൽ ചന്ദ്രാപിന്നിയിലും മോഡേൺ ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂരിലും മാനസികാരോഗ്യ സേവനങ്ങൾ നൽകിയിട്ടുണ്ട്. കുട്ടികൾക്കായി ലൈഫ് സ്കിൽ ട്രെയിനിങ് ക്യാമ്പുകളും വിവിധ പ്രായക്കാർക്കായി മാനസികാരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും നടത്തി സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന അവർ മതിലകം, എടപ്പള്ളി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന നിഷി സലാംസ് കൗൺസിലിംഗ് ആൻഡ് റെമഡിയേഷൻ സെന്റർ മുഖേന കൗൺസിലിംഗും പരിശീലന പരിപാടികളും നടത്തിവരുന്നു. ഇന്നിവിടെ അവർ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇമ്പോർട്ടൻസ് ഓഫ് പ്രീമാരിറ്റൽ പ്രിപ്പറേഷൻ എന്ന വിഷയമാണ്. ഏറെ ആദരവോടെ സ്നേഹത്തോടെ നിഷി മാഡത്തെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഡയറക്ടർ നൂസിയ മാഡം, ഡിവിഷൻ ടീം മെമ്പേഴ്സ്, പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് മാഡത്തെ ക്ഷണിക്കുന്നു. പ്ലീസ് മാഡം. ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് പറഞ്ഞ വിഷയം സത്യം പറഞ്ഞാൽ നമുക്കൊരു 30 മിനിറ്റിൽ പറയേണ്ടതല്ല. കേൾക്കുന്നവർക്കും എനിക്കൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ നമുക്ക് ഒരു 30 മിനിറ്റിന്റെ രാവിലത്തെ ഒരു നല്ല ക്ലാസ്, ഇന്നലത്തെ ക്ലാസ്സിന്റെ റിവ്യൂ ഒക്കെ കണ്ടപ്പോഴാണ് എനിക്കത് കാണായിരുന്നു എന്നൊക്കെ പിന്നെ തോന്നിപ്പോയി. ഇവിടുത്തെ സമയം ഒരു പ്രശ്നമായിരുന്നു. ഞാൻ ഖത്തറിലാണുള്ളത്, അപ്പോ അത് കേൾക്കാൻ പറ്റിയില്ല. ഈ രാവിലെ ഒരു 30 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വർത്തായിരിക്കും നമ്മൾക്കും കേൾക്കുന്നവർക്കും. ഒരു 30 മിനിറ്റിൽ ഒരു പ്രീമാരിറ്റൽ പ്രിപ്പറേഷനെ നമുക്ക് അതിന്റെ കണ്ടന്റ് ഒന്ന് നന്നായിട്ട് നോക്കി പോവാം. നമുക്കറിയാം, ഈ പാട്രിയാർക്കി നിലനിന്നിരുന്ന ഒരു നാട്. നമ്മൾ പുസ്തകങ്ങളിൽ നിന്നൊക്കെ പോയിട്ടുണ്ടെങ്കിലും പല വീടകങ്ങളിൽ നിന്ന് ഇത് പോയിട്ടില്ല. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതേസമയം നമ്മൾ പറയുന്ന ഈ പുതിയ ജനറേഷന് ഇക്വാലിറ്റി തുടങ്ങിയ ടേമൊക്കെ വളരെ പരിചിതമാണ്. അപ്പൊ അവര് ആ രീതിയിൽ അത് പ്രതീക്ഷിക്കുമ്പോൾ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു റിയാലിറ്റി തന്നെയാണ്. അപ്പൊ അത് ഈ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമാവാറുണ്ട്. അതേപോലെ നമ്മൾ കൾച്ചറൽ വിക്ടിംസ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരുടെ ഇതിൽ അവർ വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ നമുക്ക് സമൂഹത്തിന് അതറിയാം അതങ്ങനെയല്ല. അപ്പൊ ഇത് വരുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ കല്യാണത്തിന് വീടുകളിൽ നിന്ന് പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന, നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്ന എന്തും അത് ഭർത്താവിനും വീട്ടുകാർക്കും അവകാശപ്പെട്ടതാണ്. അതേപോലെ പെൺകുട്ടിയുടെ തുടർ പഠനം ഒക്കെ അത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഭർത്താവിനും വീട്ടുകാർക്കും ഉള്ളതാണ് എന്നൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ ശരിയാണെന്ന് നിഷ്കളങ്കമായിട്ട് ധരിച്ചിരിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ. അപ്പൊ ഈ കൾച്ചറൽ വിക്ടിംസിന് ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഈ ജോലി, പെൺകുട്ടികളുടെ ജോലി പഠനമൊക്കെ പൂർവാധികം വളരെ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ ജോലിയുള്ള കുട്ടികൾക്ക് മാരിറ്റൽ ലൈഫിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഈ വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്നില്ല. അതിനൊരു വേറെ കാരണം കൂടിയുണ്ട്. പെൺകുട്ടികളെ നമ്മൾ ഭയങ്കര കണ്ടീഷൻഡ് ആയിട്ടാണ് വളർത്തുക. അങ്ങനെ ഭാവിയിൽ കൂടെ ഒരാൾ വരാൻ പോകുന്നുണ്ടല്ലോ, നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകേണ്ടവരാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി വളർത്തുന്നതുകൊണ്ട് അവർ കുറച്ച് കണ്ടീഷൻഡ് ആണ്. അതേപോലെ ആൺകുട്ടികൾ അത്ര കണ്ടീഷൻഡ് അല്ല. ഇപ്പോൾ ചിലപ്പോൾ കുറെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ കൂടെ ഒരു ലൈഫ് പാർട്ട്ണർ വരും. ആ കുട്ടി പഠിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഒരു ജോലിയുള്ള കുട്ടിയോ ആയേക്കാം. അതുകൊണ്ട് നിങ്ങളും ഡൊമസ്റ്റിക് സ്കില്ലൊക്കെ എക്വയർ ചെയ്യണം. അപ്പൊ ആ രീതിയിലൊക്കെ വളർത്തിക്കൊണ്ടു. അപ്പൊ ഇങ്ങനെ ഈ കണ്ടീഷൻ ചെയ്യുന്നത് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അത് മറ്റേത് നേരത്തെ ഉണ്ട്. ഇത് ഒരു മെല്ലെ പോക്കാണ്. ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര പ്രശ്നമാവുന്നുണ്ട് കുട്ടികൾക്ക്.
ഇവര് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ നമ്മുടെ കൂടെ എല്ലാത്തിലേക്കും വരുന്ന ഒരു മെയിൽ പാർട്ട്ണർ. അതേസമയം കണ്ടീഷൻ ചെയ്യാതെ വളർത്തിയത് കൊണ്ട് തന്നെ അവരുടെ അച്ഛൻ അല്ല അവരുടെ സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ട് മാഡം. ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ആൺകുട്ടികൾ ചെയ്ത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇത് മുറിഞ്ഞു പോകുന്നു. മേഡം അവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? അതേപോലെ നമ്മൾ കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതൊരു ഈവന്റ് മാനേജ്മെന്റ് അറിയുന്നതാണ്. എന്ന് പറഞ്ഞാല് നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ചെലവാക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, പൈസ ചെലവാക്കുന്ന, ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല, പൈസ ചെലവാക്കുന്ന ഒരു കാര്യം കൂടിയായി വന്നിട്ടുണ്ട് കേരളത്തിലെ കല്യാണങ്ങളിൽ കൂടുതലും. അപ്പൊ അതൊക്കെ നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരുപാട് കാലമായിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നഷ്ടമാവാൻ പാടില്ലല്ലോ ഇത്രയും പൈസ ഒക്കെ ചെലവാക്കി ചെയ്യുന്നത്. അതുകൊണ്ടും ഈ പ്രീ മാരിറ്റൽ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പോലും നല്ലതാണ്. പിന്നെ ഇതൊരു റിയൽ സിറ്റുവേഷൻ ആണ് മാരിറ്റൽ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ അഫെയറിൽ ഇരിക്കുന്നത് പോലെയല്ല, റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ കോംപ്ലക്സിറ്റി ഉണ്ട്. അതിൽ സന്തോഷമുള്ള പോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും. അപ്പൊ ലൈഫ് സ്കിൽ ഇല്ലാത്ത ഒരാൾക്ക് അത് നേരിടാൻ പറ്റൂല. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ടീനേജിൽ എത്തുമ്പോഴെങ്കിലും ലൈഫ് സ്കിൽസ് എന്താണെന്നും അത് എങ്ങനെ അക്വയർ ചെയ്യാന്നൊക്കെ ഉള്ളത് നമ്മൾ വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികളെ നിർബന്ധമായിട്ട് പഠിപ്പിക്കേണ്ടതാണ്. പലപ്പോഴും ഈ ഡിസിഷൻ മേക്കിംഗ് ഒന്നും പറ്റാത്ത ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ മാരിറ്റൽ ലൈഫിൻ്റെ അല്ലെങ്കിൽ എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും പില്ലറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അസർട്ടീവായിട്ട് സംസാരിക്കാൻ അറിയാത്തതും മാരിറ്റൽ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ആ ലൈഫ് സ്കില്ലൊക്കെ നമ്മൾ WHO ഒക്കെ പറഞ്ഞ 10 ലൈഫ് സ്കിൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ കുറവുകൾ പോലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിട്ട് നമ്മളെ മുന്നിൽ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ മാരേജിൽ എന്ന പോലെ എല്ലാവർക്കും ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും മാരേജിൽ. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇത്രയും വൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു കാലമായതുകൊണ്ട് തന്നെ ഈ ആളുകൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കുന്നത് അതിൽ കാണുന്ന പോലെ, അപ്പൊ ഔട്ടിങ്ങിന് പോണ്, ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ലൈഫ് ഇങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ പുതിയ കുട്ടികളിലുണ്ട്. അപ്പൊ പലപ്പോഴും ഇതൊന്നും എപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ വർക്ക് ലൈഫ് ബാലൻസിന്റെ ഇടയിൽ ഇതൊന്നും വിചാരിച്ച പോലെ ഒന്നും നടക്കൂല. അപ്പൊ ഇതൊരു റിയാലിറ്റി ആണെന്ന് അംഗീകരിക്കാനുള്ള ഒരു പ്രയാസം. അതേപോലെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ ഈ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്നൊക്കെ പറയും. ഒന്നും ഇങ്ങനെ ഒന്ന് സഹിക്കാനുള്ളൊരു കെൽപ്പില്ലാത്ത മക്കള്. അതിന്റെ കാരണം പാരന്റിങ്ങും ഉണ്ട്. അതായത് നമ്മളിങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന അത് അറിയില്ലേ, ഒന്നിനും കാത്തിരിക്കേണ്ടി വരുന്നില്ല. ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന പോലെ വിചാരിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ നടക്കും. മാരിറ്റൽ ലൈഫിൽ ഇതുപോലെ എല്ലാം നടക്കണമെന്നില്ല. ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അപ്പൊ നടക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷനും അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ചിലത് നമുക്ക് പറ്റാത്തത് പറ്റൂല എന്ന് പറയാനും, അതുപോലെ ഇപ്പൊ പറ്റൂല നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാനൊക്കെ നമ്മൾ നേരത്തെ ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ മാരിറ്റൽ ലൈഫിൽ അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് വരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ തുടങ്ങി കൊടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾക്ക് അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ പറയണോണ്ട് പ്രശ്നമുണ്ടോ? കാരണം കുട്ടികൾ ഒതന്റിക് അല്ലാത്ത സോഴ്സിൽ നിന്ന് പഠിക്കാൻ ഇടവരുന്നത് കൊണ്ട്, ഒതന്റിക് ആയിട്ട് നമ്മളിത് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൗമാരം തുടങ്ങിയിട്ട് അവർക്ക് അതാത് പ്രായത്തിന് പറ്റിയ രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ
സ്കൂളുകളിലോ അല്ലെങ്കിൽ ഞാൻ പറയും ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു പ്രൊജക്ട് വഴിയൊക്കെ ഇത് കുട്ടികളിലേക്ക് എത്തിക്കണം. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് വിദ്യാഭ്യാസമുള്ള കപ്പിളിന്റെ ഇടയിലും ഈ സെക്സ്വൽ റിലേഷനിലുള്ള പ്രശ്നങ്ങൾ അതിൽ കൂടുതലും അവർക്കൊരു ഫാന്റസിയാണ്. പോൺ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതുപോലെ പാർട്ട്ണർ ആവണം എന്ന് ശഠിക്കുന്ന ആളുകൾ. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഓതന്റിക് സോഴ്സിൽ നിന്ന് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ ഈ സെക്സ് എഡ്യൂക്കേഷന്റെ കാര്യങ്ങളും മാരിറ്റൽ റിലേഷനിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ പ്രഗ്നൻസി, കോൺട്രസെപ്റ്റീവ് മെത്തേഡ്, പാരന്റിങ് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ കപ്പിളിന് വേണം. പലപ്പോഴും അബോർഷനൊക്കെ ചെയ്തിട്ട് പിന്നീടാണ് ആളുകൾക്ക് അതിന്റെ ഗിൽട്ടൊക്കെ ആയിട്ട് വരാറ്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു കുഞ്ഞിനെ ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞത് ധാർമ്മികമായിട്ട് ചെയ്യുന്ന ഭയങ്കര വലിയ തെറ്റാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻസ്റ്റിക്റ്റ് ഉണ്ട്, ഇത് തെറ്റാണ്. അതുകൊണ്ടാണല്ലോ ഇത് ഗിൽട്ടായിട്ട് പിന്നീട് കൗൺസിലിങ്ങിനൊക്കെ വരുന്നത്. അപ്പൊ ഒരു പക്വതയില്ലാത്ത പ്രായത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറെ കഴിയുമ്പോഴാണ് അവര് ചെയ്തത് തെറ്റായി പോയി എന്നൊക്കെ തോന്നുക. അപ്പം മാരിറ്റൽ ലൈഫിൽ വന്ന ആളുകൾക്ക് ആ സമയത്ത് കുട്ടികൾ വേണ്ട, അല്ലെങ്കിൽ ഒരു കുട്ടി കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി ഇന്ന് യൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല കോൺട്രസെപ്റ്റീവ് മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ധാരണ കപ്പിളിന് വേണം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ഫാമിലി കൗൺസിലിങ്ങിൽ നമ്മളൊരു 3 റിങ് വരച്ചു കൊടുക്കും. ഒരു ഇന്നർ സർക്കിളിൽ ഒരു റിങ്, പിന്നെ ഒരെണ്ണം, പിന്നെ അതിൻ്റെ ഔട്ടർ. അപ്പൊ അതിൽ ഈ ആദ്യത്തെ ഹസ്ബൻഡ് വൈഫ് മാത്രമേ പാടുള്ളൂ. നമ്മുടെ മക്കൾ പോലും ഇല്ല, നമ്മുടെ പാരൻസ് ആ സർക്കിളിൽ വരാൻ പാടില്ല. അതിന്റെ ഔട്ടർ സർക്കിളിലാണ് നമ്മളിൽ നിന്നുണ്ടായ നമ്മളുടെ മക്കളും നമ്മുടെ പാരൻസും വരുന്നുള്ളൂ. അതിന്റെ പുറത്തുള്ള സർക്കിളിലാണ് മറ്റ് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വരുന്നുള്ളൂ. പലപ്പോഴും ഇതൊക്കെ ട്രെസ് പാസ് ചെയ്യും ഇങ്ങോട്ട്. അങ്ങനെയൊക്കെ കയറി കഴിഞ്ഞാലും കപ്പിളിന്റെ ഇടയിൽ ഭയങ്കര പ്രശ്നമുണ്ട്. നമ്മൾ ബന്ധങ്ങളെ മാനിക്കണം, പുറത്തുനിന്നുള്ള ആളുകൾ കേൾക്കണം. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ, കപ്പിളിന്റെ കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് അവർ രണ്ടുപേരും കൂടി കൂടിയാലോചിച്ചെടുക്കുന്നതാണ്. തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കണം. തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു കഴിവ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കഴിവ് തന്നെയാണ്. ചിലപ്പോൾ തെറ്റും. ആളുകളുടെ പ്രശ്നം അതാണ്, അക്കൗണ്ടബിലിറ്റി ഭയങ്കര പ്രശ്നമാണ് ആൾക്കാർക്ക്. ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ എന്താ തെറ്റിയാ കുഴപ്പം? വലിയ വലിയ ആളുകൾ എടുക്കുന്ന ഡിസിഷനിൽ പോലും തെറ്റുകളൊക്കെ ഉണ്ടാവും. അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പൊ അതിനാണ് നമ്മൾ കൂടി ആലോചിക്കുന്നത്. പക്ഷെ തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മളായിരിക്കണം. ഇല്ലെങ്കിൽ പലപ്പോഴും ഡിലേഡ് ആയിട്ട് പോകും. അതായത് പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനങ്ങൾ ഉണ്ടാവും ലൈഫിൽ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഡിലേ ആയിട്ട് പോവാറുണ്ട്, ഈ തീരുമാനം എടുക്കാനുള്ള കഴിവിന്റെ കുറവുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടി ആലോചിച്ച് ചെയ്യാം. തീരുമാനം എടുക്കുന്ന കാര്യങ്ങളിലേക്ക് എല്ലാവരെയും കൂടി കൊണ്ടുവരാണ്ടിരിക്കുക. അപ്പോൾ ആളുകൾ, നമ്മളെപ്പോഴും പറയാറില്ലേ, ഈ അവർക്ക് പ്രശ്നമില്ല, പക്ഷെ വേറെ ആളുകൾ ഇടപെട്ടിട്ടാണ് പ്രശ്നം എന്നുള്ളത്. അപ്പൊ ഒരു കപ്പിളിന്റെ കഴിവിൽ പെട്ടതാണ് ഈ അത്യാവശ്യ കാര്യങ്ങളിൽ മാത്രമേ ആളുകളെ ഇടപെടിക്കാൻ പാടുള്ളൂ. അല്ലാത്തത് ജസ്റ്റ് നമ്മൾ ചോദിക്കാനേ പാടുള്ളൂ. അതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് മാരിറ്റൽ ലൈഫിൽ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഓ അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രഗ്നൻസി, കോൺട്രസെപ്റ്റീവ് മെത്തേഡ്, പാരന്റിങ് ഇതിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് വേണമെന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോഴത്തെ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ബഡ്ജറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പറഞ്ഞ കാര്യങ്ങൾ. നമുക്കറിയാം, നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രസ്റ്റീജാണ് പലപ്പോഴും കല്യാണം നടത്തുന്നത്, വീട് വെക്കുന്നത്, അങ്ങനെ. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ എനിക്കൊക്കെ അറിയാം, എൻ്റെ ഭാഗം കൊടുങ്ങല്ലൂരൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് കൗൺസിലിങ്ങിന് വരാറുണ്ട്. ഉണ്ടാക്കിയ വീടൊന്നും മെയിൻ്റനൻസ് നടത്താൻ പറ്റാതെ വിറ്റ് പോവാൻ, അതായത് ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ അതൊന്നും വിറ്റ് പോലും പോവാതെ ഒരു അസറ്റ് ആണ്. പക്ഷെ ലിക്വിഡിറ്റി ഉണ്ടാവില്ലല്ലോ. നമുക്ക് ജീവിക്കണമെങ്കിൽ ലിക്വിഡിറ്റി വേണം. അപ്പൊ ആ സമയത്ത് വിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു വീടിന്റെ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. അതിൽ പ്രവാസികളുണ്ട്, നമ്മളെ നാട്ടിൽ തന്നെ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് നഷ്ടം വന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ ജനറേഷൻ ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട്. വീടൊക്കെ പണിയുമ്പോൾ നമുക്ക് ഒതുങ്ങിയ വീടുകൾ പണിയാം, നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ
നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ, നമുക്ക് അറിയാലോ, ഒരു 25 കൊല്ലം പഴക്കമുള്ള വീട്ടിൽ പോലും പുതിയ കുട്ടികൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പലരും നമ്മളെ വീടുകളിൽ തന്നെ ഇല്ല. അവസാനം ഒരു അച്ഛനും അമ്മയും മാത്രം ആവുന്ന ഒരവസ്ഥയുണ്ട് വീടുകളിൽ. ഒരു വലിയ വീട്ടിൽ ഞാൻ പറയുന്നതിൽ അപകടം പറ്റിയാൽ പോലും വലിയ മതിൽക്കെട്ടൊക്കെ ഇതാക്കിയിട്ട് ഒരു അപകടം പറ്റിയാൽ പോലും ഒരാൾ കയറി വരാൻ ബുദ്ധിമുട്ടുന്ന വീടുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മള് വീടൊക്കെ പണിയുമ്പോൾ സ്വന്തം ബഡ്ജറ്റിൽ നിൽക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എഞ്ചിനീയർ പറഞ്ഞിട്ട് പോലും നമ്മൾ അധികം മാറ്റം വരുത്താൻ പാടില്ല. നമ്മളുടെ പ്ലാനിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് പോലും മാറ്റരുത്, ബഡ്ജറ്റ് പോകും. ഒരു സ്ക്വയർ ഫീറ്റ് മാറിക്കഴിഞ്ഞാൽ റേറ്റ് മാറും. ഒരു ടോയ്ലറ്റ് കൂടുതൽ പണിതാൽ നമ്മൾ ബഡ്ജറ്റിൽ നിന്നൊക്കെ മാറിപ്പോകും. അപ്പൊ നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മൾ കാര്യങ്ങൾക്ക് പൈസ ചെലവാക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ബഡ്ജറ്റിൽ പോയിട്ടില്ലെങ്കിൽ കടം വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാവരും പറയാറുണ്ട്, ഈ കടമൊന്നും ഇല്ലെങ്കിൽ എന്ത് മലയാളി എന്നൊക്കെ പറയും. പക്ഷെ കടം വന്ന മനുഷ്യന്മാർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അത് നമ്മുടെ മനസ്സമാധാനത്തിനെ, നമ്മുടെ മുന്നോട്ടുള്ള സന്തോഷമുള്ള ലൈഫിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ലൈഫിൽ ഭയങ്കര പ്രധാനപ്പെട്ടാണ്. ഇപ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന പലരും ഫാക്കൽറ്റി ഒക്കെ ആയിട്ട് പോകുന്നതാണ്. ഈ കുട്ടികളോട് ഒരു മന്ത്ലി ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാല് സാധനങ്ങളുടെ വിലയൊക്കെ അറിയാത്ത ഒരുപാട് കുട്ടികളെ നമുക്ക് തന്നെ കാണാൻ, അതായത് അവർക്ക് തന്നെ നാണക്കേടാണ്. അതിൽ ഡോക്ടേഴ്സ് ഉണ്ടാകും, എഞ്ചിനീയേഴ്സ് ഉണ്ടാകും, MBA പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. ഒരു വീട്ടില് മന്ത്ലി വേണ്ട സാധനങ്ങളും അതിന്റെ വില ഒന്നും അറിയാത്ത ഒരുപാട് കുട്ടികളെ നമ്മൾ നേർക്ക് നേരെ ഓരോ സെഷനിലും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണ നമ്മൾ പുതിയ കുട്ടികൾക്ക് വേണം. അതുപോലെ ലോൺ എടുക്കുന്ന ഒരു പ്രവണത, ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനെ കുറെ ഉണ്ടല്ലോ. അതായത് ഇതൊക്കെ ഒരു തരം എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ടല്ലേ നമുക്ക് തോന്നാം. ഇപ്പൊ നിങ്ങൾക്ക് ലോൺ വേണോന്ന് നിങ്ങൾക്ക് എപ്പോഴും ഇത് വരും. അതേസമയം നിങ്ങളുടെ ഒരു ബാങ്കിലെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഇത്രയും നന്നായിട്ട് റെസ്പോൺസ് ഒന്നും കിട്ടൂല. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ കൊടുക്കുക, പിന്നെ നമ്മൾ അത് അടച്ചു പോയിക്കോളുമല്ലോ. അപ്പൊ അത് എന്തിലും ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ വണ്ടി മേടിക്കുമ്പോൾ നമുക്കതിന്റെ EMI കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് മതി. പലപ്പോഴും ഇങ്ങനെ EMIകളൊക്കെ അടച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ജീവിക്കാൻ കാശില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് അത് വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് നന്നായിട്ട് ആലോചിച്ചിട്ടാണ് ഈ മോണിറ്ററി ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടുള്ളൂ. അതുപോലെ എപ്പോഴും ഒരു സേവിങ് വേണം, ഒരു ചെറിയ ശതമാനമെങ്കിലും സേവിങ് വേണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് എപ്പോഴും നമ്മൾ പറയില്ലേ, എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്തു പോയാലും നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരും. അതിൽ പ്രധാനപ്പെട്ടത് അസുഖങ്ങളൊക്കെ തന്നെയാണ്. നമുക്കറിയില്ല, പലപ്പോഴും പെട്ടെന്നായിരിക്കും ചില വലിയ വലിയ അസുഖങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് ഡിസീസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യാൻ പെട്ടെന്നായി കഴിഞ്ഞാൽ അതൊരു പ്രോഗ്രസീവ്, നമുക്കറിയാം വളരെ അപൂർവമാണ് തിരിച്ചു വരും. എപ്പോഴും ഇങ്ങനെ ഡയാലിസിസിൽ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ തൊട്ട് താഴെ ഡയാലിസിസ് യൂണിറ്റ് ആണ്. ഒരുപാട് ആളുകളുടെ മരണവും പിന്നെ ഈ ഉണ്ടായിരുന്ന വീട് വിറ്റത്, കാറ് വിറ്റൊക്കെ ഞാൻ നേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ ഇതൊക്കെ നേരത്തെ മുന്നിൽ കണ്ടിട്ട് എന്തെങ്കിലും ഒരു എമർജൻസി, ആർക്കും അങ്ങനെയൊന്നും വരാണ്ടിരിക്കട്ടെ, അങ്ങനെ ഒരു എമർജൻസി വന്നാൽ ഈ പൈസ, നമ്മളെപ്പോഴും പറയില്ല, ചിലർ പറയും പൈസ മോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല, മനസ്സമാധാനാണെന്ന്. പക്ഷെ ലൈഫ് കണ്ട ഒരുപാട് ആളുകളോട് വെച്ചാൽ പറയും കുറേ സമാധാനം ഉണ്ടാവണമെങ്കിൽ പൈസ വേണം. കാരണം കുറെ കാര്യങ്ങൾ പൈസ ഉണ്ടെങ്കിൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്, നിവർത്തിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പൈസ മാത്രം മതി എന്നല്ല, ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്റെ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ മാറ്റിവെക്കുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും ലൈഫിൽ എമർജൻസി വന്നാൽ നമ്മൾ കടക്കാരാവാൻ പാടില്ല. അപ്പൊ നമ്മൾ സേവ് ചെയ്ത പൈസ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് തോന്നുകയാണ്, ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ആൾക്ക് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് സെറ്റപ്പിലുള്ള ആൾക്ക് ഒരു യാത്ര പോകണം. അപ്പൊ പിൽഗ്രിമേജിന് പോണ ആളുകളുണ്ട്, അല്ലാണ്ട് രസമായിട്ട് ട്രിപ്പ് പോണ ആളുകളുണ്ട്. അപ്പൊ നമുക്ക് ലോണൊന്നും ഇല്ലാണ്ട് ഈ മാറ്റി വെച്ചതിന് എടുത്ത് ധൈര്യമായിട്ട് പോകാൻ പറ്റും. അപ്പൊ പലപ്പോഴും ചില ആളുകൾ ലോണൊക്കെ എടുത്ത് യാത്ര പോകുമ്പോണ്ടല്ലോ, ആ യാത്രയുടെ സുഖം തന്നെ പോകും. കാരണം അത് തിരിച്ചു വന്നിട്ട് അടയ്ക്കണമെന്നുള്ളൊരു ചിന്ത വരും. നമ്മളെപ്പോഴും ഇങ്ങനെ യാത്രയൊക്കെ പോണ സന്തോഷിക്കാനാണ്. ആ സന്തോഷം പോലും പലപ്പോഴും കിട്ടാറില്ല. അത് കാരണം ഇങ്ങനെ കടവും ഇതൊക്കെ ആയിട്ട് പോണത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗ്, നമ്മളെ വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കുക, സേവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ചെറുപ്പത്തിൽ തുടങ്ങി കുട്ടികൾക്ക് ഇതൊരു പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ഒരു ചെറിയ കാശുകുടിക്കൊക്കെ മേടിച്ചിട്ട് അതിൽ പൈസ ഇടുക, എന്നിട്ട് അവരെ കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ അതിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. അപ്പൊ അവർക്ക് അത് ചെറുപ്പത്തിൽ തന്നെ ഒരു ട്രെയിനിങ് ആയിട്ട് നല്ലതായിരിക്കും.
പിന്നെ അതേപോലെ തന്നെ ഈ മാരിറ്റൽ റിലേഷനിൽ നമുക്ക് ഷെയർഡ് ഗോൾസ് ആണ് അല്ലെ, കൂടെ നിന്നിട്ടുള്ള കുറേ ഗോൾസ് ഉണ്ട്. എന്തൊക്കെയാണ് മാരേജിന്റെ നല്ല ഗോൾസ്? ഒരു കമ്പാനിയൻ കൂടെ വരികയാണ്, നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഒരാളുണ്ട്, നമുക്ക് ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് പോകുമ്പോൾ തന്നെ ഇത് ഷെയർഡ് ഗോൾസ് ആണ്. ഒറ്റക്കൊരാൾക്ക് ഇതിൽ സന്തോഷിക്കാനില്ല, രണ്ടുപേർക്കും ഒന്നിച്ചാണ്. അതുകൊണ്ട് തന്നെ ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ഷെയർഡ് ഗോൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പെൺകുട്ടികൾ നല്ല കണ്ടീഷൻ ചെയ്തിട്ടാണ് വളരുന്നത്. ഇങ്ങനെ വേറെ വീട്ടിൽ പോകാനുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അങ്ങനെയൊക്കെ പറയില്ലേ. ചിലപ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഉമ്മമാരൊക്കെ ഉറക്ക വർത്താനം പോലും പറയിപ്പിക്കില്ലേ, വേറെ വീട്ടിൽ പോകാനുള്ള. അപ്പൊ ഡാഡി വന്നിട്ടാണ് പറയാ, അതിനെന്താണ് ഇപ്പോ നമ്മള് വീട്ടിലല്ലേ, അല്ലെ ആൺകുട്ടികൾ ഇങ്ങനെ പറയാൻ പാടില്ല, അവനിങ്ങനെ എല്ലാം വന്ന് ഇങ്ങനെ തടയുമായിരുന്നു മമ്മി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ. അപ്പൊ അത്രയും കണ്ടീഷനിലാണ് പെൺകുട്ടികൾ പല വീട്ടിലും. നേരെ മറിച്ച് ആൺകുട്ടികൾ ഈ ഇടയായിട്ട് ഇപ്പൊ ഞാനൊക്കെ ഒരു മോനെ വളർത്തുന്ന അവനോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെ ജോലിയൊക്കെ എടുത്ത് പഠിക്കണം, ഇല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നമായിരിക്കും. കാരണം ഇനി എല്ലാവരും ജോലിക്കാരായിരിക്കും ലൈഫിലേക്ക് വരുന്നത്. അപ്പം പെട്ടെന്ന് ഈ ഡൊമസ്റ്റിക് സ്കില്ലൊന്നും അപ്പൊ പഠിച്ചെടുക്കാൻ പറ്റില്ല. നേരത്തെ കുക്കിംഗ്, ക്ലീനിങ് ഇതൊക്കെ നേരത്തെ അറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആൺകുട്ടികളെ ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം വളർത്താൻ. അല്ലെങ്കിലും വീട്ടിലെ ജോലി, നമ്മൾ ഈ ഡൊമസ്റ്റിക് സ്കില്ല് എന്ന് പറയുന്നതിൽ കുക്കിങ്ങും പിന്നെ ക്ലീനിങ്ങും മാത്രമല്ലല്ലോ. നമ്മുടെ വീട്ടിലൊരു രോഗി വന്നാൽ അവർക്ക് കൂട്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ സ്ത്രീകളാണ് ചെയ്യുന്നത്. ഞങ്ങള് മാം ഒരിക്കൽ പറയുണ്ടായി, മാമിന്റെ കൂടെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാന്ന് തോന്നുന്നുണ്ട് ഒരു കപ്പിൾ ഉണ്ടായിരുന്നു, രണ്ടുപേരും PhD ചെയ്തവര്. അതിൽ അക്കാഡമിക്കലി ബ്രില്യന്റ് വൈഫായിരുന്നു. പക്ഷെ ആ ഹസ്ബൻഡിന്റെ ഫാദർക്കോ മദർക്കോ വയ്യാണ്ടായി പ്രശ്നമായപ്പോ ഈ വൈഫിന്റെ PhD ആണ് സ്റ്റോപ്പ് ചെയ്തതെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ സമൂഹത്തിൽ അങ്ങനെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്, ഇതൊക്കെ സ്ത്രീകളുടെ ജോലിയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ പറയണം അങ്ങനെയല്ല, വീട്ടിലെ എല്ലാ മുതിർന്നവരുടെയും ഉത്തരവാദിത്തമാണ് എന്ത്, ഈ ഡൊമസ്റ്റിക് സ്കില്ലും ഇത് വർക്ക് ചെയ്യാന്നുള്ളത്. എന്ന് പറഞ്ഞാൽ വീട്ടിലെ ജോലി ചെയ്യുക, ഈ രോഗികൾക്ക് കൂട്ടിരിക്കുക, കൂട്ടുപോവുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും പുരുഷന്റേതും കൂടിയാണ്, അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന എല്ലാവരുടെയും കൂടിയാണെന്നുള്ളതൊക്കെ നമ്മുടെ ചെറുപ്പത്തിലെ കുട്ടികളിലേക്ക് നമ്മൾ എത്തിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് മിക്കവാറും ആളുകൾക്കൊക്കെ ഇതുണ്ട്, എന്താണ്, ജോലിയുള്ള ആളുകളാണ് നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകളടക്കമുള്ള, അല്ലെങ്കിൽ അവർ ഹയർ സ്റ്റഡീസിന് പോകുന്നുണ്ട്, പോയി കഴിഞ്ഞാൽ ഒരു ജോലി പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. ഇനി ഒരു ജോലി ഇല്ലെങ്കിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷന്റെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് ലൈഫ് ബാലൻസ് വേണം. പലപ്പോഴും എന്തായി പോകും, ഒന്നിനും നേരമില്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഈ ഏത് ഫാമിലിക്ക് ഏറ്റവും വേണ്ട ഒരു നല്ല അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഈ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലെങ്കിൽ എന്തായി പോകും, ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടൂല, എപ്പോഴും തിരക്കാണ്. അതിപ്പോ നമുക്ക് അറിയണ, ഇപ്പൊ എനിക്ക് കൗൺസിലിങ്ങിന് വരുന്ന കുറെ ഇതിൽ കുട്ടികൾ പറയാറുണ്ട്, അച്ഛനെ കാണാറില്ല കാരണം അച്ഛൻ ലേറ്റ് ആയിട്ട് വരിക അങ്ങനെ. അതുപോലെ നമ്മൾ അമ്മമാര് കൂടെ ഇരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പഠിപ്പിക്കാനൊക്കെ ആയിരിക്കും കൂടെ ഇരിക്കുക. അതൊന്നും ക്വാളിറ്റി ടൈം ആയിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റൂല, ക്വാളിറ്റി ടൈം അല്ല. കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു സമയമാണ്. അതുപോലെ അവരെ ഓരോ കാര്യങ്ങൾക്ക് കൊണ്ടുപോകില്ലേ, സ്വിമ്മിങ്, അതൊന്നും ക്വാളിറ്റി ടൈം അല്ല. അതൊക്കെ ഓരോ സ്കില്ല് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയങ്ങളാണ്. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ വെറുതെ മക്കളുടെ കൂടെ തമാശയൊക്കെ പറഞ്ഞിരിക്കൂലേ, അത് ഹസ്ബൻഡ് വൈഫിന്റെ കൂടെ വേണം, മക്കളും അച്ഛനും അമ്മയായിട്ട് വേണം. അപ്പൊ ഇതൊക്കെ നിർബന്ധമായിട്ട് ലൈഫിൽ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഫർ ചെയ്യും. നമുക്ക് പറയാനുള്ളത് മുഴുവനായിട്ട് പറയാൻ പറ്റൂല. അത് കപ്പിളിന്റെ ഇടയിലുണ്ട്, മക്കളും പാരന്റ്സും തമ്മിലുണ്ട്. അപ്പൊ ആ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, എന്തും വന്ന് പറയാന്നുള്ളത്. അപ്പൊ നമ്മളിത് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉള്ള ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലത്താണ്. അതേപോലെ ഇമ്മച്വർ ലവ് അഫെയർ, ഇപ്പൊ അഫെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, അഫെയർ തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ അവർ ബൈക്കിൽ കയറി പോവുക, പുറത്തു പോവുക. അപ്പൊ എനിക്ക് തന്നെ, ഞാൻ എറണാകുളത്തും കൂടി ക്ലിനിക്ക് ഉള്ളത് കൊണ്ട് ആ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ലിവിങ് ടുഗദറിൽ അബോർഷൻ പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകൾ, ഗേ പാർട്ട്ണർ, പിന്നെ ഈ ഇമ്മച്വർ അഫെയറിൽ പ്രഗ്നൻസി,
അബോർഷൻ. അപ്പൊ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇന്നിപ്പോ ഇത് അത്രയും കേട്ടിട്ടില്ല. എറണാകുളത്തിന്റെ പ്രശ്നമല്ല, എറണാകുളത്ത് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ കേസുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് ഉണ്ടാവുന്നതിന്റെ ഒരു കാര്യം പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ പാരന്റിങ് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഈ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. അപ്പോൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് പറ്റുള്ളൂ, ഈ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവുള്ളൂ. കുട്ടികളായിട്ടും അല്ല അവർ ഇൻ ബിറ്റ്വീൻ കപ്പിൾ അവരുടെ ഇടയിലും നല്ല ഒരു റിലേഷൻ ഉണ്ടായാലും ഇത് സാധിക്കുള്ളൂ. അപ്പൊ ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യണം അല്ലെ, നമ്മളൊരു ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് പറയാനുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തർ, ഇപ്പൊ ഞാൻ എന്നോടും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ പാർട്ട്ണറുമായിട്ടുള്ള എൻ്റെ ലൈഫ് ഓക്കെ ആണോ? അത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ തിരുത്താം, മറ്റാൾ തിരുത്തുന്നതിന് മുമ്പ് നമ്മൾ തിരുത്താം. അതേപോലെ നമുക്ക് തോന്നുകയാണ് ഇത് നമ്മളുടെ ഇടയിൽ റിസോൾവ് ചെയ്യാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലെ കാണാൻ ഒട്ടും മടിക്കരുത്. കാരണം നമ്മളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും എന്താവും, നമ്മൾ മക്കളെയാണ് ബാധിക്കുക. നമ്മൾ മക്കൾ എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ അസറ്റാണ്. അവർ പോയി കഴിഞ്ഞാൽ ഈ തലമുറ തന്നെ കയ്യിൽ നിന്ന് പോയി പോകും. അപ്പൊ അതുകൊണ്ട് നല്ല മോറൽ വാല്യൂസ് ഉള്ള ജനറേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ കപ്പിൾ അത് ശരിയാവാനുണ്ട്. ഇത് പാരന്റിങ് ഒരു വലിയ സ്കില്ലാണ്, അത് നമ്മൾ നന്നായിട്ട് പഠിക്കുക. അറിയില്ലെങ്കിലും പറഞ്ഞില്ലേ, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുക, നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കുക. തീർച്ചയായിട്ടും നമ്മളുടെ വീടകങ്ങൾ വളരെ സന്തോഷമുള്ള നല്ല വീടുകളായിട്ട് മാറുന്നത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരമൊക്കെ ഇത് ഇവിടെ 4 മണിയാണ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ളവരൊക്കെ നേരത്തെ ആയിരിക്കും ക്ലാസ്സിലിരിക്കുക. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നല്ല കപ്പിൾ ലൈഫ്, നല്ല കുടുംബജീവിതമൊക്കെ ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു. നിഷി മാം ഇത്ര രാവിലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. മുനീർ സർ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഓഡിബിൾ അല്ലേ? ആ, ഓക്കെ. അറിവിൻ്റെയും പക്വതയുടെയും മനോഹരമായ മറ്റൊരു പ്രഭാതത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. പ്രീ മാരിറ്റൽ പ്രിപ്പറേഷൻസിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നിഷി മാം നടത്തിയ ഇന്നത്തെ സെഷൻ തീർച്ചയായിട്ടും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർക്കും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർക്കും മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരുങ്ങുന്നവർക്കൊക്കെ ഒരുപോലെ ഗുണപ്രദമാവുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സാധാരണ കല്യാണങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുള്ളൊരു തമാശയുണ്ട്, പുറത്തുള്ളവർക്ക് അകത്ത് കയറണം, അകത്തുള്ളവർക്ക് പുറത്ത് കിടക്കണമെന്ന്. എന്നാൽ ഇന്ന് മാം സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ കൃത്യമായ ലൈഫ് സ്കിൽസും വിവാഹത്തെക്കുറിച്ചുള്ള കൃത്യമായ ശാസ്ത്രീയമായ തയ്യാറെടുപ്പൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അകത്ത് കയറിയവർക്ക് സമാധാനത്തോടെ അവിടെ ഇരിക്കാമെന്ന ഒരു തിരിച്ചറിവ് ഇന്നത്തെ ടോക്കിൽ നമുക്ക് ലഭിച്ചു. സാധാരണ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികൾക്കൊക്കെ സാധാരണ പലരും പറഞ്ഞു കൊടുക്കാൻ മടിക്കുന്ന സെക്സിനെ കുറിച്ചും പ്രഗ്നൻസിയെ കുറിച്ചും അതുപോലെയുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എത്രത്തോളം പ്രാധാന്യം നമ്മൾ അതിൽ നൽകണം എന്നുള്ള ഒരു തിരിച്ചറിവും ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു അതോടൊപ്പം തന്നെ ഇൻലോസ്, ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യ വീട്ടിലെ ആളുകളുമായിട്ടുള്ള ബന്ധം എത്ര മനോഹരമായിട്ടാണ് നമ്മൾ പുലർത്തേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഇന്ന് ഈ ടോക്ക് കേട്ട മാതാപിതാക്കളായ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. തീർച്ചയായിട്ടും വിവാഹ സമയത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മക്കൾക്ക് ഇക്കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മളൊക്കെ, ഞാനടക്കം ഒട്ടനവധി ആളുകൾ വിവാഹം കഴിഞ്ഞവരാണ്. ദാമ്പത്യത്തിൻ്റെ ഏത് ഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഓരോ പുതിയ അറിവുകളും നമ്മുടെ ബന്ധത്തിലെ തുരുമ്പുകളൊക്കെ മാറ്റാൻ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനി ഈ പ്രോഗ്രാമിന് എന്നും കരുത്തും
ഊർജവുമായിട്ട് നിലനിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡിവിഷൻ കുടുംബാംഗങ്ങൾ, ഈ ഒരു 7 മണിയുടെ സമാപനത്തോടെ ഈ ചർച്ചയോട് അവസാനിക്കുന്നില്ല. ഇന്ന് ഉച്ചവരെയെങ്കിലും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വളരെ നല്ല കമൻറ്റുകൾ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പ്രതീക്ഷിക്കാം. ഫീഡ്ബാക്കുകൾ, ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു സെഷൻ കേൾക്കാനുള്ള അതേ ഊർജം അല്ലെങ്കിൽ അതിനേക്കാൾ ഊർജത്തോടെ ഫീഡ്ബാക്കുകൾ വായിക്കാനും ആസ്വദിക്കാനും കൗണ്ടർ കമൻറ്റുകൾ കൊടുക്കാനൊക്കെ ആയിട്ട് ഗ്രൂപ്പിലേക്ക് കാത്തിരിക്കുകയായിരിക്കും നമ്മുടെ പ്രേക്ഷകർ. ഈ ഗ്രൂപ്പിനെ, നമ്മുടെ ഡിവിഷനെ ജീവനോടെ നിലനിർത്തുന്നത് ഈ ഒരു ഊർജമാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അമൂല്യമായ അറിവുകൾ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് വിദേശത്തിരുന്ന് നമുക്ക് പകർന്നു നൽകിയ നിഷി മാമിനോട് ഡിവിഷന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം ഡിവിഷൻ ഡയറക്ടർ, ഡിവിഷൻ ടീമിലെ മുഴുവൻ അംഗങ്ങൾ, എല്ലാവർക്കും, പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു നല്ല വിഷയവുമായി നാളെ കാണാം. താങ്ക് യു.